എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കുറച്ച് ആൾക്കാർ ചേർന്ന് ഗൗതത്തിനെ ആക്രമിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അടിച്ച് അവശനാക്കുകയാണ് ചെയ്യുന്നത്. കുറേ അടിയും ഇടിയെല്ലാം കിട്ടി ഗൗതം അവശനായി താഴേക്ക് വീണ് കിടക്കുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്നത് നന്ദയാണ്. നന്ദ അവിടെ നിന്ന് ഗൗതത്തെ രക്ഷിക്കുന്നു. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗൗതം ഇങ്ങനെ ബെഡിൽ കിടക്കുവാണ്. അതിൻ്റെ അടുത്ത് നന്ദുവിനെയും കെട്ടിപ്പിടിച്ച് കരയുന്ന പിങ്കിയാണ് കാണിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് വരുന്ന നന്ദ ഞെട്ടി നിൽക്കുവാണ് ചെയ്യുന്നത്. നന്ദയ്ക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നന്ദ ആ വീട് വിട്ട് ഇറങ്ങി വന്നു. ആ ഗ്യാപ്പിൽ പിങ്കി സ്ഥാനത്ത് ഇപ്പോൾ പിങ്കിയാണ് എന്ന് നന്ദ തിരിച്ചറിയുന്നു. എല്ലാം കൊണ്ടും പിങ്കി എല്ലാം നേടിയെടുത്തു എന്ന് ആലോചിച്ച് ഇരിക്കുവാണ് ചെയ്യുന്നത് നന്ദ. ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല നന്ദയ്ക്ക്. പിങ്കി എന്തിനാണോ ആ വീട്ടിലേക്ക് എന്താവശ്യത്തിനാണോ കയറി പറ്റിയത് അതെല്ലാം അവൾ നേടിയെടുത്തു. ആ നേട്ടത്തിൽ പിങ്കിക്കെല്ലാം നന്ദയ്ക്കെല്ലാം നഷ്ടം സംഭവിച്ചു എന്ന് നന്ദ മനസ്സിലാക്കുന്നു. പിങ്കിയും ഗൗതം സാറും വിവാഹം കഴിച്ചു. അതിലുണ്ടായ കുട്ടിയാണ് ഈ നന്ദു എന്നൊക്കെയാണ് നന്ദ ചിന്തിച്ചിരിക്കുന്നത്. ഞാൻ ഉപേക്ഷിച്ചതിന് ശേഷം ഗൗതമും പിങ്കിയും വിവാഹം കഴിക്കുകയും അതിലുണ്ടായതാണ് ഈ നന്ദുക്കുട്ടൻ എന്ന് ഓർത്ത് പൊട്ടിക്കരയുവാണ് ചെയ്യുന്നത് നന്ദ. ഈ വിഷമങ്ങളെല്ലാം നിർമ്മലിനോട് പറയുന്നുണ്ട്. സഹിക്കാൻ വയ്യാതെ വരുമ്പോഴത്തേക്ക് ഈ സങ്കടങ്ങളെല്ലാം നിർമ്മലിനോട് പറയുന്നുണ്ട്. ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ വരും സങ്കടങ്ങളെല്ലാം പറഞ്ഞ് സഹിക്കാതെ വരുമ്പോഴത്തേക്ക് നന്ദ നിർമ്മലിൻ്റെ നെഞ്ചിൽ ചാരിക്കിടക്കുന്നത് കണ്ടും കൊണ്ട് ഗൗതം വരുന്നു. ഗൗതം ഇത് കണ്ട് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. തെറ്റിദ്ധാരണയാണ് എങ്കിലും ഗൗതത്തിന് അതൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിങ്കി ഗൗതത്തിനോട് കൂടുതൽ അടുത്ത് പെരുമാറുന്നതാണ് കാണിക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ ആ ഗ്യാപ്പിലൂടെ കയറിപ്പോരാൻ പിങ്കിക്ക് കഴിയും. ആ ഒരു ഇതിൽ ഗൗതത്തിനെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത് പിങ്കി. നന്ദ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, അവൾ മറ്റൊരു വിവാഹം കഴിച്ചു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഗൗതം ഇതെല്ലാം കൊണ്ട് പിങ്കിയോട് ഇനി കൂടുതൽ അടുക്കുമെന്നൊന്നും അറിയത്തില്ല. നന്ദ വഞ്ചിച്ചു എന്നെല്ലാം തെറ്റിദ്ധാരണയിൽ ഉള്ള ഗൗതം ഇനി പിങ്കിയെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ നമുക്കിനി അടുത്ത് കണ്ടിരുന്ന് തന്നെ കാണാം. പിന്നെ കാണിക്കുന്ന സീനെന്ന് വെച്ചാൽ നമ്മുടെ മഹേശ്വരനും മോഹിനിയൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ കണ്ട് ഞെട്ടി നിൽക്കുന്ന നന്ദയാണ് കാണിക്കുന്നത്. അവരെല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഇടത്തേക്ക് നന്ദയും വരുന്നതാണ് കാണിക്കുന്നത്. അവിടെ എന്താണ് സംഭവിച്ചതെന്നും ഒന്നും അറിയില്ല. ഇനി സംഘർഷഭരിതമായ നിമിഷങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ കാണാൻ കഴിയുന്നത്. ഇതോടെ ഇന്നത്തെ പ്രൊമോ വീഡിയോ കഴിഞ്ഞു.